നമ്മളെ ഈ ഡെയിലി ലൈഫിൽ പ്രത്യേകിച്ച് മലയാളികൾ എന്നും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു മെയിനായിട്ടുള്ളൊരു ഫുഡാണ് ചോറും കറിയൊക്കെ. അപ്പോൾ എന്നും ഈ ചോറ് കഴിച്ച് മടുത്തു, എന്നാലും ഹോം മെയ്ഡായിട്ട് തന്നെ വേറെ എന്തെങ്കിലും ഡിഫറെൻറ്റ് റെസിപ്പി ട്രൈ ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ടൈം കളയാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അതുപോലെ തന്നെ ഇത് ചേർത്തിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണെങ്കിലോ പെട്ടെന്ന് കിട്ടുന്നതാണ്. അപ്പോൾ മറ്റൊന്നല്ല ഉണ്ടാക്കുന്നത് ടൊമാറ്റോ റൈസാണ്. അപ്പോൾ അതിനായിട്ട് ഒരു സവാള കട്ട് ചെയ്തതും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് വേണ്ടത്. പിന്നെ എക്സ്ട്രാ ഒരു തക്കാളി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിനി പാൻ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓഫ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യും സൺഫ്ലവറും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ്. അങ്ങനെ നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുത്ത് അതിനെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിനി ഇതിലേക്ക് ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിലാണ്. നമുക്കിനി സവാള ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അത്യാവശ്യത്തിന് നന്നായിട്ടൊന്ന് ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കിനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ടൊമാറ്റോ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തക്കാളി ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ എക്സ്ട്രാ ഒരു തക്കാളി നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചായിരുന്നല്ലോ അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി, കാരണം പൊടി ഇടാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ കരിഞ്ഞു പോകേണ്ട ഒരു ചാൻസ് ഉണ്ടാവാതിരിക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിനി മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും മുളക് പൊടിയും, അപ്പോൾ ഇത്രയേ ഉള്ളൂ മസാലകൾ. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സത്യം പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ സംഭവം ഇതിലെ മസാലയായിട്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് ഒരിക്കലും ഒരു ഡ്രൈ ഫോമിലുള്ള ഒരു റൈസ് അല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റെസിപ്പി അല്ല. കുറച്ച് ചോറായിട്ടൊക്കെ ഇങ്ങനെ മസാല പറ്റി പിടിച്ചിരിക്കും, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഫുഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി വെള്ളം ആ ഒരു നനവൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ വെള്ളം ഒഴിക്കുന്നത് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 1 കപ്പ് ചോറിട്ട് കൊടുക്കാം. ഞാനിവിടെ നോർമൽ റൈസാണ് എടുത്തത്. നിങ്ങൾക്ക് ബിരിയാണി റൈസോ കൈമ ബസ്മതി അങ്ങനെ എന്ത് വേണം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ മസാലയും ആ തക്കാളിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് ഈ ഒരു ചോറിൽ ഇറങ്ങണം, അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലെ ഏറ്റവും മെയിൻ പാർട്ടാണ് ഈ കൊറിയാണ്ടർ ലീഫ്. മല്ലിയില ഇടുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു മണം കിട്ടുന്നത്, ഒരു തക്കാളി ചോറിൻ്റെ ആ ഒരു രുചി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മല്ലിയില സ്കിപ്പ് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നന്നായിട്ട് ആ മസാലയൊക്കെ ചോറിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പതിയെ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു കണ്ടില്ലേ ഇതുപോലെ ഒരു പറ്റി പിടിച്ചിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് രീതിക്ക് നമുക്ക് ചോറ് കിട്ടും. ഇല്ലെങ്കിൽ മറ്റേ ഡ്രൈ ഫോമിലായിരിക്കും വെള്ളം ചേർക്കാതാണെങ്കിൽ. അപ്പോൾ ഡ്രൈ ഫോം ഇഷ്ടമുള്ളവരാണെങ്കിൽ വെള്ളം ചേർക്കണ്ട, അതർവൈസ് നിങ്ങൾ വെള്ളം ചേർക്കുക. ബിക്കോസ് വെള്ളം ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ഇതിനൊരു ടേസ്റ്റ് ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു തമിഴ്നാടൻ സ്റ്റൈലിലൊക്കെ ഇങ്ങനെയാണ്. ഒരിക്കലും ടൊമാറ്റോ റൈസ് ഭയങ്കര ഒരു ഡ്രൈ ഫോമിൽ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ സെർവ് ചെയ്യാണ്. ഇനി ഇത് കഴിച്ച് നോക്കാം. ഇത് ഞാൻ കഴിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം ഭയങ്കര അടിപൊളിയാണെന്ന്. ഒരിക്കലും നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവില്ല, അത് നിങ്ങൾ ഉണ്ടാക്കിയാലേ അറിയത്തുള്ളൂ. ബട്ട് ശരിക്കും പറയാം ഭയങ്കര ടേസ്റ്റാണ്. ഇത് പിന്നെ ടൈം സേവിങ് ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.